ഭരണം നഷ്ടമായതോടെ തൃണമൂൽ കോൺഗ്രസിൽ കലാപം രൂക്ഷം. 60ഓളം MLA-മാർ മമതാ ബാനർജിക്കെതിരെ പടയൊരുക്കം തുടങ്ങി. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഋതുഭദ്ര ബാനർജി പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകാൻ ഇവർ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. പ്രതിപക്ഷ നേതാവായി ശോഭൻ ദേവ് ചതോപാധ്യയും നിർദ്ദേശിച്ച് നൽകിയ കത്തിലെ ഒപ്പുകൾ വ്യാജമാണെന്നാണ് ആരോപണം. വ്യാജൊപ്പിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകിയതോടെ ഋതുഭദ്ര അടക്കം 2 MLA-മാരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഇതിന് പിന്നാലെയാണ് വിമത നീക്കം ശക്തമായത്. നിലവിൽ 20 MLA-മാർ മാത്രമാണ് മമതാ ബാനർജിയെ പിന്തുണയ്ക്കുന്നത് എന്നതാണ് റിപ്പോർട്ട്. ഇത്തരം ഭരണം നഷ്ടമായതോടെ തൃണമൂൽ കോൺഗ്രസിൽ ഇപ്പോൾ രൂക്ഷമായ രീതിയിലുള്ള പോരുകളാണ് നടക്കുന്നത്. 60ഓളം MLA-മാരാണ് ഇപ്പോൾ മമതാ ബാനർജിക്കെതിരെ പടയൊരുക്കം ആരംഭിച്ചിരിക്കുന്നത്. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഋതുഭദ്ര ബാനർജി അടക്കം പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകാൻ ഒരുങ്ങുകയാണ്. പ്രതിപക്ഷ നേതാവായി ശോഭൻ ദേവ ചതോപാധ്യയും നിർദ്ദേശിച്ച് നൽകിയ കത്തിലെ ഒപ്പുകൾ വ്യാജമാണ് എന്ന ആരോപണവും ഉയരുകയാണ്. വ്യാജൊപ്പിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകിയതോടെ ഋതുഭദ്ര അടക്കം 2 MLA-മാരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വിമത നീക്കം ശക്തമാകുന്നത്. നിലവിൽ 20 MLA-മാർ മാത്രമാണ് മമതാ ബാനർജിയെ പിന്തുണയ്ക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ.